ഇപ്പോഴിതാ കൊല്ലം പുനലൂർ വെഞ്ചേമ്പിൽ മലയിൽ വൻ മണ്ണിടിച്ചിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ മണ്ണ് കുത്തിയൊലിച്ചു. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്താണ് സംഭവം. ടൂറിസം കേന്ദ്രമായ പിനാക്കിൾ പോയിന്റിലാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്ന വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജ്കുമാർ, എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ? ഇത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നതായി പറയുന്നത്. ഇത് രാവിലെ എഴുന്നേറ്റപ്പം പലരുടെയും കൃഷിഭൂമിയിലൂടെ വാഴയും മറ്റും നശിച്ച നിലയിലായിരുന്നു. അങ്ങനെ അത് പരിശോധിച്ചപ്പോഴാണ് ആ മലയുടെ മുകളിൽ നിന്ന് ഒരു ഭാഗം മണ്ണിടിഞ്ഞ് താഴേക്ക് അതിശക്തമായി ഒലിച്ചു പോയത്. ഇന്നലെ കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴയത്തായിരിക്കണം ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ഉരുൾപൊട്ടലാണെന്ന് ആദ്യം സംശയിച്ചെങ്കിലും പിന്നീട് നാട്ടുകാരും അതുപോലെ റവന്യൂ അധികൃതരും പറഞ്ഞു ഇത് ഉരുൾപൊട്ടലല്ല, ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചു. എന്തായാലും ആളപായമൊന്നുമില്ല, അത്ര വലിയ ഇതിൻ്റെ ഇത് കാണാനുമില്ല. അതേസമയം തന്നെ ആ പ്രദേശം അവിടെ ഒരു ദുർബലമായ ഒരു മണ്ണിൻ്റെ ഘടനയാണ് എന്ന ഒരു ആശങ്ക ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ താമസിയാതെ അതിൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആ സർവേ വകുപ്പും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ പരിശോധന നടത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് ജില്ലാ കളക്ടർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അത് നിരീക്ഷിക്കുന്നത്. അജിം ഷാദ്. ശരി, രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ദൃശ്യങ്ങൾക്കൊപ്പം അത്തരത്തിലൊരു മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി പേർ താമസിക്കുന്ന സ്ഥലമാണ്, കൃഷിയിടങ്ങളുണ്ട്, ഒപ്പം ടൂറിസ്റ്റ് പ്രദേശമാണ്. അത്തരത്തിലുള്ള പ്രാധാന്യം കൂടിയുണ്ട്. എന്തായാലും ഇതിൻ്റെ വിവരങ്ങളാണ് ദൃശ്യങ്ങൾക്കൊപ്പം രാജ്കുമാർ നൽകിയത്.